നമ്മളിപ്പോൾ അന്നേരം ഒരു റെൻ്റേ കാർ നോക്കാൻ വേണ്ടി വന്നത്. ഇവിടെ കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഹിമാലയ ആൻഡ് എക്സ്പൾസ് അങ്ങനെ കുറേ വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇവിടെ അണ്ണനെ കൊണ്ട് പറഞ്ഞ് എവിടെ എത്തി അണ്ണൻ പറഞ്ഞു തരും. गाड़ी का प्राइस कितना क्या है? जैसे आप ये शिलोंग में आते हो, पुलिस बाजार के पास है हम लोग का ये दुकान। AR बाइक रेंटल, AS बाइक रेंटल दोनों हम लोग का है। इसमें आपका बाइक स्कूटी सब मिल जाएगा, गाड़ी भी मिल जाएगा। और आपका बाइक में जैसे जाते हो हिमालयन, क्लासिक, मीटियोर, हंटर, एफजेड, एक्सपल्स, ये सब बाइक रहेगा। बाइक का प्राइस 1200 to 1400 का आसपास आएगा सर। और स्कूटी लेते हो तो 500 to 700 का आसपास आएगा सर। അണ്ണൻ പറഞ്ഞ് ഇവിടെ ഇപ്പം എക്സ്പൾസ്, ഹിമാലയ എല്ലാ വണ്ടികളും ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എക്സ്പൾസ്, ഹിമാലയ ഈ വണ്ടികളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ 1400, 1200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് ക്യാമറയിൽ. നമ്മളിവിടെ എടുക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സ്കൂട്ടിയാണ്. പുതിയ സ്കൂട്ടിയാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു 700 ആണ് സ്കൂട്ടിക്ക് പെർ ഡേ വരുന്നത്. നമുക്കത് ഒരു 600 രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു 3 ദിവസത്തേക്ക് ഈ സ്കൂട്ടിയിലായിരിക്കും നമ്മുടെ ട്രാവൽ എന്ന് പറയുന്നത്. പീറ്ററിന് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവൻ അത്യാവശ്യം ബാർഗൈൻ ചെയ്ത് പിടിച്ചേക്കുന്നതാണ്. നമുക്കിനി സ്കൂട്ടികളുള്ള വീഡിയോ കാണാം. ഇത് നമ്മൾ കഴിഞ്ഞ് വന്നൊരു അണ്ണൻ വണ്ടി ബുക്ക് ചെയ്തതാണ്, ആൾ എടുത്തുകൊണ്ട് പോകുന്നതാണിത്. നമ്മുടെ വണ്ടി ഈ കാണുന്നതാണ്, പുതിയ വണ്ടിയാണ്. ചിലപ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ച് തരുമെന്ന് പറഞ്ഞാൽ എന്താ സംഭവം നമുക്കറിയില്ല. ഇത് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, റണ്ണിങ് കണ്ടീഷനിലാണുള്ളത്. എന്താ മനസ്സിലാവും നിങ്ങൾക്കിപ്പം. പെർഫെക്റ്റ് വണ്ടി. ഇതേപോലെ നമ്മൾ നമ്പർ എഴുതിയെടുക്കും. ആൾ എത്ര ദിവസത്തേനുള്ള നോട്ട് ചെയ്യും. അത് അവരുടെ ഗ്രൂപ്പിലേക്ക് എന്തിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു. വണ്ടി ഇത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. റേ എന്ന് പറഞ്ഞ ഏതൊരു വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ്. നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. നമ്പർ പ്ലേറ്റ് പുതിയ വണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്പർ പ്ലേറ്റ് ഇല്ല. ഞാൻ പുതിയ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അണ്ണൻ എന്തൊക്കെയോ സാധനമൊക്കെ അടിച്ചു പൊട്ടി ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ ഒപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ദൈവത്തിനറിയാം. അത് നമുക്കിനി കണ്ടറിയേണ്ട കാര്യമാണ്. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ അടിച്ച് നമ്മുടെ പരിപാടികൾ തുടങ്ങും. ഇത് ഏതോ ഒരു ഉള്ളേരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. പുള്ളീൻ്റെ തന്നെ ഒരു വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞത്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ്